വാസ്തവത്തിൽ ഞാൻ ഇവിടെ വന്നത് ശ്രീ ഹബീബ് എന്ന ഒരു വളരെ മഹത്തായ, എല്ലാവർക്കും പ്രചോദനം തരുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെ 30കളിൽ മരണപ്പെട്ട, പക്ഷെ അതേ സമയത്ത് ഇന്നും വളരെ വലിയ ഒരു പ്രഭാവമായി, ഒരു ഇൻഫ്ലുവൻസായി നിലനിൽക്കുന്ന എൻ്റെ സമപ്രായക്കാരനായിരുന്ന, ഞാനും ജനിച്ചത് 53-ലാണ്, അദ്ദേഹം ജനിച്ചത് 53-ലാണ്. ഞാനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വന്നു, KSUവിൽ ട്രിവാൻഡ്രത്ത്. പക്ഷേ യാദൃശ്ചികമായി എൻ്റെ അമ്മയുടെ അച്ഛൻ കോഴിക്കോട്ടുകാരനാണെങ്കിലും ഞാൻ ജനിച്ചു വളർന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടാൻ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ KSUവിൽ തുടങ്ങിയെങ്കിലും അച്ഛനെ ഇവിടെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ഒരു വനവാസത്തിലേക്ക് അയച്ചത് കാരണം ഞാൻ ഡൽഹിയിൽ നിയമം പഠിക്കാൻ പോയി. അവിടെ എൻ്റെ സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റീസ് തുടർന്നു. NSUIയുടെ രണ്ടാമത്തെ നാഷണൽ പ്രസിഡൻ്റായി. ഞാൻ ഇന്ദിരാഗാന്ധിയാണ് അപ്പോയിൻ്റ് ചെയ്തത്. ആദ്യത്തെ പ്രസിഡൻറ്റ് രംഗരാജൻ കുമാരമംഗലായിരുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് NSUI തുടങ്ങിയത്. അദ്ദേഹം കഴിഞ്ഞിട്ട് എന്നെ രണ്ടാമത്തെ നാഷണൽ പ്രസിഡൻ്റ് ആക്കി. ഇപ്പം അദ്ദേഹം മരണപ്പെട്ടു പോയതുകൊണ്ട് ഞാനാണ് സീനിയർ മോസ്റ്റ് ഫോമർ നാഷണൽ പ്രസിഡൻറ്റ് ഓഫ് NSUI. പക്ഷേ NSUI എന്നെ അടുപ്പിക്കില്ല, എന്നുവെച്ചാൽ അവർക്ക് എന്നെ ഫേസ് ചെയ്യാൻ ഒക്കില്ല, അതുകൊണ്ട് എന്നെ അടുപ്പിക്കുന്നില്ല. പക്ഷേ അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇന്ത്യക്ക് വളരെ വളരെ ഇതുപോലെ തന്നെ നിർണായകമായ ഒരു സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയില്ല, പക്ഷേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. ഞാൻ NSUI പ്രസിഡൻ്റ് ആകുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ്. പക്ഷേ അടിയന്തരാവസ്ഥ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ രാജിവെച്ച് തിരിച്ചു വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ ഒരു പൊളിറ്റിക്കൽ പൊസിഷനും എടുത്തിട്ടില്ല. അതോടുകൂടി എനിക്ക് മനസ്സിലായി, ഈ പൊളിറ്റിക്കൽ പാർട്ടി ആക്ടിവിസത്തിൽ കൂടെ നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന വലിയ നേതാക്കന്മാർക്ക് അതറിയാം. എൻ്റെ ഒരു സൗഭാഗ്യമാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നാഷണൽ ലെവലിൽ ഉണ്ടായിരുന്ന ഈ NSUI പ്രസിഡൻ്റ് ആയതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള പല പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയി, ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി, അവിടുന്ന് PhD ഒക്കെ എടുത്തു. നിയമത്തിൽ ഒരു കരിയർ ഉണ്ടാക്കി തിരിച്ചു വന്നു. പിന്നെ ലീഗൽ ഫീൽഡിലും ഇവിടെ പല സീനിയർ ആൾക്കാരുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ടോപ്പ് ലോയേഴ്സ്. പക്ഷേ ഈ ലോയേഴ്സിന് ഈ ചീഫ് ജസ്റ്റിസസ് ഓഫ് ഇന്ത്യയും പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് ഞാൻ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു വാക്ക്, ഇവരെല്ലാവരും നിരന്തരം പറയുന്ന ഒരു വാക്ക്, നമ്മൾ ഏതെങ്കിലും പ്രശ്നം ഇവരോട് പറഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് നാഷണൽ ഇഷ്യൂ ഇവരോട് പറഞ്ഞാൽ, എല്ലാവരും പറയുന്ന, ഈ ടോപ്പ് പൊളിറ്റിക്കൽ ലീഡേഴ്സും ടോപ്പ് ജഡ്ജസും പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാവരും പറയുന്നത് ഐ എം ഹെൽപ്ലെസ് എന്നുള്ളൊരു വാക്കാണ്. ഹെൽപ്ലെസ്. അതെന്ന് വെച്ചാൽ ഇവർ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ അവർ ആക്ച്വലി ഹെൽപ്ലെസ് ആണ്. ബിക്കോസ് എത്രയോ ഫോഴ്സസ്, അല്ലേ, ഡോക്ടർ മുനീറിന് വളരെ നല്ലോണം അറിയാം, എത്രയോ ഫോഴ്സസ് വളരെ വളരെ സങ്കീർണമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്ലെസ്നെസ് വെറുതെ ആലസ്യം കൊണ്ട് ഒരു എക്സ്ക്യൂസായിട്ട് പറയുന്നതല്ല, യഥാർത്ഥത്തിൽ ആക്ച്വലി ഹെൽപ്ലെസ് ആണ്. അപ്പോൾ ഇതിലൂടെയല്ല നമ്മൾ ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്ന. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശ്രീ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ. ഒരു ഇമ്പോർട്ടൻ്റ് പൊസിഷനിൽ വന്നില്ല, MLA ആയില്ല, മന്ത്രിയായില്ല, ചീഫ് മിനിസ്റ്റർ ആയില്ല, പ്രധാനമന്ത്രി ആയില്ല. പക്ഷെ അതിനെല്ലാം ഉപരി ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ചെയ്ത് വലിയ നേതാക്കന്മാരെ ഉണ്ടാക്കി. വാസ്തവത്തിൽ ഒരു മഹാത്മാഗാന്ധി ലെവലിലുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ മറ്റ് നേതാക്കന്മാരെ ഉണ്ടാക്കി, അവരെ മൂവ്മെൻറ്റ്സിനെ ഉണ്ടാക്കി, മൂവ്മെൻറ്റ്സിനെ ഷേപ്പ് ചെയ്തു. പക്ഷെ അത് ചെയ്യാൻ ഒത്തത് ഈ രാഷ്ട്രീയത്തിൽ നിന്നും, ആക്റ്റീവ് പോളിറ്റിക്സിൽ നിന്ന് വിട്ടു നിന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കൽ അത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റുമായിരിക്കും. ഗാന്ധിയും രാഷ്ട്രീയത്തിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നു? സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടും വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാമായിരുന്നു, രാഷ്ട്രപതിയാകാമായിരുന്നു. അതൊന്നും ചെയ്യാതെ രാഷ്ട്രീയത്തിൽ മാറി നിന്ന് എന്തുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ, രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ വന്നാൽ അതിന് വലിയ പരിമിതികളുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ വിഷയത്തിലൂടെ ഞാൻ ഇന്ന് നടക്കുന്ന ഈ CJP സമരവും
ഇതെല്ലാം കൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ ഒക്കും. അതിൽ ഞാനല്ല, മിസ്റ്റർ സുബൈർ എന്നെ ക്ഷണിച്ചതിന് അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹം എന്നോട് എന്താ ടോപ്പിക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാണ് ഈ സംഘടനയും സംഘാടകരാണ് എന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രിറോഗേറ്റീവാണ്, അവരുടെ ഒക്കേഷനാണ്, അവരുടെ ഇവൻ്റാണ്. അപ്പോൾ സംഘാടകർ പറയണം എന്താണ് ടോപ്പിക്, ഞാൻ അതിൽ സംസാരിക്കുക, അല്ലാതെ ഞാൻ എൻ്റെ ഒരു ടോപ്പിക്ക് പറയുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം അവസാനം സംഭവിച്ചു, ഈ നല്ലൊരു ടോപ്പിക്ക് തന്നു, 2 ടോപ്പിക്ക് തന്നു. ഞാൻ പറഞ്ഞ് മറ്റേത് ജുഡീഷ്യറിയെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് വെച്ചാൽ രണ്ടും കൂടെ വെച്ച് അധികം സമയത്തിൽ ഇപ്പോൾ 12 മണി ഏകദേശം ആവുന്നതുകൊണ്ട് സമയം കുറവാണെന്ന് എനിക്കറിയാം. പക്ഷെ 1-2 പോയിൻറ്റ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആൻഡ് ദി ഐഡിയ ഓഫ് ഇന്ത്യ, ഇത് വാസ്തവത്തിൽ ഇന്ന് നടക്കുന്ന ഈ സമരത്തിൻ്റെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 കോൺസെപ്റ്റ്സാണ് പല വിധത്തിലും. നമുക്ക് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി നമുക്കുള്ളത്. പല വിധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഹിന്ദു സൊസൈറ്റി ഈസ് ഇൻ എ ഡീപ്പ് ക്രൈസിസ്. അതാണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. ഹിന്ദു സൊസൈറ്റി ഈസ് ഇൻ എ ഡീപ്പ് ക്രൈസിസ്. ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിലാണ് ഹിന്ദു സൊസൈറ്റി. എത്രയോ ദശാബ്ദങ്ങളായി, നൂറ്റാണ്ടുകളായിട്ട് ഈസ് ഇൻ ഡീപ്പ് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് കോൺഫ്ലിക്റ്റ്? റീസൺ ഇസ് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് 100 വർഷം മുമ്പ് ഗുരു പറഞ്ഞു. അപ്പം ഇല്ലാത്തൊരു മതത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യണം. അതിൻ്റെ ബേസിസിൽ ഒരു രാഷ്ട്രത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു സമൂഹത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യണം. അത് ആരുടെ ഐഡിയ ആണ്? അത് തലപ്പത്തിരിക്കുന്ന ബ്രാഹ്മണരുടെ ഐഡിയ. അല്ലാതെ ഇവിടെ താഴ്ത്തട്ടിൽ ഇവിടുത്തെ പറയ പുലയ ഈഴവ കമ്മ്യൂണിറ്റീസിൽ നിന്ന് വന്ന ഐഡിയ അല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗുരു പറഞ്ഞത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മതത്തിനെ ഉണ്ടാക്കാൻ, ഇങ്ങനത്തെ ഇതിൻ്റെ ബേസിസിൽ ഒരു സമൂഹത്തിനെ, ഒരു രാഷ്ട്രത്തിനെ ഉണ്ടാക്കാൻ ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല. ഞാൻ ഈയിടെ ഈ 9 ജഡ്ജസിന് മുമ്പിൽ ശബരിമല റെഫറൻസിൽ ഞാൻ വാദിച്ചു. ഞാനിത് പച്ചയ്ക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദു എങ്ങനെയായി? ജഡ്ജസ് പറഞ്ഞത് ഈ ശബരിമല റെഫറൻസിലെ പ്രശ്നം ഒരു ഗ്രൂപ്പും ഒരു ഇൻഡിവിജ്വലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. ഒരു റിലീജിയസ് ഗ്രൂപ്പും ഒരു ഇൻഡിവിജ്വലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. അത് അങ്ങനെ വന്നാൽ ആ റിലിജനിൽപ്പെട്ട ഗ്രൂപ്പ് മസ്റ്റ് പ്രിവെയിൽ. ഇപ്പം എനിക്ക് ആ സങ്കല്പം, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റിസ് നാഗരത്ന ഒരിക്കൽ പറഞ്ഞു, വൺസ് യു സബ്സ്യൂം ഇൻ ടു എ റിലിജൻ, ഒരു റിലിജനെ നമ്മൾ സ്വീകരിച്ചാൽ യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്സ് റൂൾസ്. അല്ലെങ്കിൽ അതിൽ ചേരേണ്ട ആവശ്യമില്ല. ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത് അക്സെപ്റ്റബിൾ ആണ്, അത് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനതിന് യോജിക്കുന്നു. ഒരു ഏത് ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാലും അതിൻ്റെ ഫണ്ടമെൻ്റൽ റൂൾസ് എല്ലാം അക്സെപ്റ്റ് ചെയ്താലേ അതിൻ്റെ മെമ്പർ ആകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മെമ്പർ ആകാൻ പാടില്ല. ഞാനത് ഫുള്ളി അഗ്രി ചെയ്യുന്നു. അപ്പം ഞാൻ വാദിച്ചപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു മാഡം നാഗരത്ന, യു ഹാഡ് സെഡ് ദിസ്. പക്ഷേ മോസ്റ്റ് ഓഫ് us, we never subsumed into our religion. We were consumed by our religion. Who made us Hindu? 1951 census made us a Hindu. ഞങ്ങളോട് ആരോടും ചോദിച്ചില്ല. അതിനു മുമ്പ് ഹിന്ദു എന്നും ഉണ്ടായിരുന്നു. പല എന്ത് നമ്മൾ സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്താലും അതിനെ ബ്രിട്ടീഷ് സെൻസസിൽ ഇടുമായിരുന്നു. പക്ഷേ 1951 സെൻസസ് വന്നപ്പോഴത്തേക്ക് ഈ സമുദായങ്ങളുടെ സെൻസസ് എടുക്കുകയില്ല എന്നും, ഈ 6 സംഘടിത സമുദായങ്ങളിലല്ലാതെ വേറെ ആര് പെടാത്ത എല്ലാവരെയും ഹിന്ദു എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നും ഗവൺമെൻറ് പോളിസി ഡിസൈഡ് ചെയ്തു. നയം അതായി. അങ്ങനെ ഈ സംഘടിത മതത്തിൽ പെടാത്ത ഞങ്ങളെല്ലാവരും ഹിന്ദു എന്ന് പറയപ്പെട്ടു. അതിന് ഓപ്ഷനേ ഉള്ളൂ. എവിടെ പോയാലും അങ്ങനെ ഹിന്ദു എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഞാനിത് സുപ്രീം കോർട്ടിൽ ഇത് യൂട്യൂബിലുണ്ട്. ഞാൻ പറഞ്ഞത് 1966 15 വർഷം ശേഷം
സുപ്രീം കോടതി ശാസ്ത്രി യജ്ഞപുരുഷ് എന്ന് പറഞ്ഞ ഒരു ഡിസിഷനിൽ ഡിസൈഡ് ചെയ്തു, ജസ്റ്റിസ് ഗജേന്ദ്ര ഗഡ്കർ ഹിന്ദു ആരാണെന്ന് ഡിഫൈൻ ചെയ്തു. എന്താണ് ഡെഫിനിഷൻ? ഹിന്ദു ഇസ് വൺ ഹു അക്സെപ്റ്റ്സ് വേദ as the highest authority in all matters religious and philosophical. ഞാൻ സുപ്രീം കോടതിനോട് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് കറക്റ്റ്. ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളെ ഹിന്ദുക്കൾ എന്ന് സെൻസസ് പറഞ്ഞു. പിന്നെ സുപ്രീം കോടതി പറയുന്നു, ഞങ്ങളുടെ സുപ്രീം അതോറിറ്റി ആയിട്ട് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഇൻ ഓൾ മാറ്റേഴ്സ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ, വേദ ഇസ് അവർ ഹയസ്റ്റ് അതോറിറ്റി. ഞാൻ ഈ വാക്കുകൾ ഞാൻ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് കറക്റ്റ്. ഞാൻ വിചാരിച്ചു അതിൽ 9 ജഡ്ജസിൽ 4 പേര് ഒരു ബ്രാഹ്മണിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാരാണ്. ഞാൻ വിചാരിച്ചു അവർ റിയാക്ട് ചെയ്യും, പൊട്ടിത്തെറിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല, അവർ അക്സെപ്റ്റ് ചെയ്തു, അഗ്രി ചെയ്തു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞു, നാഗരത്ന തന്നെ പറഞ്ഞു, യു ആർ റൈറ്റ്. Hindu means you can, the people in this category can do whatever they like. ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഒരു കുടിലിരുന്നുകൊണ്ട് ഒരു വിളക്ക് കത്തിച്ചാൽ അത് റിലിജനാണ്, അല്ലാതെ അവർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, പ്ലീസ് റൈറ്റ് ദിസ് ഇൻ യുവർ ജഡ്ജ്മെൻറ്റ്. അങ്ങനെ ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. ഹൂ മേഡ് മി എ ഹിന്ദു? ദി ഇന്ത്യൻ സ്റ്റേറ്റ് മേഡ് മി എ ഹിന്ദു. അപ്പോൾ ആ ഹിന്ദു പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ വലിയ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. പീപ്പിൾ ഹു ആർ ബീങ് ഒരു സ്മോൾ എലീറ്റ്, ഓളിഗാർക്കി എന്നുള്ള വാക്കാണ് ഡോക്ടർ അംബേദ്കർ ഉപയോഗിക്കുന്നത്. സ്മോൾ ഓളിഗാർക്കി trying to consume 80% of India into this religion they created, society they created, and Rashtra they are creating. അതിൽ റെസിസ്റ്റൻസ് വരുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ഞാൻ സുപ്രീം കോടതിനോട് പറഞ്ഞു, ഞങ്ങൾ പോളിതെയിസ്റ്റിക് അല്ല, മോണോതെയിസ്റ്റിക് അല്ല. ഈ 80% ആൾക്കാർ ഹു ഡു നോട്ട് ബിലോങ് ടു ഓർഗനൈസ്ഡ് റിലിജൻ, പോളിതെയിസ്റ്റിക് ആണെങ്കിലും മോണോതെയിസ്റ്റിക് ആണെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് വിശ്വാസ ഒരു ബോഡി ഓഫ് ബിലീഫിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ഐദർ പോളിതെയിസ്റ്റിക് ഓർ മോണോതെയിസ്റ്റിക്. പക്ഷേ ഒരു എക്സിസ്റ്റിംഗ് ബോഡി ഓഫ് ബിലീഫ് ആൻഡ് റിച്വൽസിനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓട്ടോതെയിസ്റ്റിക്. ഓട്ടോമൊബൈൽ എന്ന് വെച്ചാൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന മൊബൈൽ. ഓട്ടോതെയിസ്റ്റിക് എന്ന് വെച്ചാൽ തന്നെ ഡിഫൈൻ ചെയ്യുന്നു വാട്ട് ഈസ് ഗോഡ്, വാട്ട് ഈസ് റിലിജിയൻ, വാട്ട് ഈസ് റിച്വൽ. എനിക്കിഷ്ടമുണ്ടെങ്കിൽ മോണോതെയിസ്റ്റ് ആകാം, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോളിതെയിസ്റ്റ് ആകാം, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്യാം. ഞാൻ കോടതിയോട് പറഞ്ഞു, ഇവിടെ ഈ ഞങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ അച്ഛൻ പല അമ്പലങ്ങളിലും മ്യൂച്വലി കോൺട്രഡിക്ടറി ആയിട്ടുള്ള പല അമ്പലങ്ങളിലും മോസ്കിലും ചേർച്ചിലും ഗുരുദ്വാരയിലും ബുദ്ധവിഹാരയിലും എല്ലാം പോയി പ്രാർത്ഥിച്ചിട്ട് വന്നാൽ ആരും കുറ്റം പറയില്ല. മകനോട് ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിച്ചു നല്ല അച്ഛനെ പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും പോയില്ലെങ്കിലും പ്രശ്നമില്ല. ഇതാണ് ഓട്ടോതെയിസ്റ്റിക്. ഇതിലാണ് ഡൈവേഴ്സിറ്റി വരുന്നത്. ദാറ്റ് വി റീറ്റെയിൻ സ്പിരിച്വൽ സോവറിറ്റി. ആ സോവറിറ്റി ഉപയോഗിച്ചിട്ട് വി ക്യാൻ സബ്മിറ്റ് അവർ സെൽവ്സ് to one religion, one book, one prophet, one belief, if we want to do that. Or we need not submit. That is up to us. Adana the root of the kind of society. Idina tagarkade you cannot construct this Hindu India. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വരാം. പോസിറ്റീവ് സൈഡ് ഇസ് ബാക്കി ഓർഗനൈസ്ഡ് റിലിജൻസ് എല്ലാം കുറേ കൂടെ യുണൈറ്റഡ് ആകുന്നു. എന്ന് വെച്ചാൽ അവരുടെ ഒരു ത്രെറ്റ്, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ത്രെറ്റായിട്ട് കാണിച്ചിട്ടാണ് ഈ നിർമ്മാണം നടക്കുന്നത്. ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് വിതിൻ ഹിന്ദുയിസത്തിനെ റിസോൾവ് ചെയ്യാൻ മുസ്ലിം ഇസ് എ ത്രെറ്റ് എന്നൊരു വ്യാജമായുള്ളൊരു ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ട് ചെയ്ത് ഈ നിർമ്മാണം നടക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ക്രൈസിസ് ഇസ് എ ക്രൈസിസ് ഓഫ് ഹിന്ദു സൊസൈറ്റി. അതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വാസ്തവത്തിൽ ഇന്ന് വരെ സിവിൽ സൊസൈറ്റി ആയാലും ഇൻ്റലക്ച്വൽസ് ആയാലും പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും ദേ ഡോണ്ട് ഹാവ് എ ക്ലിയർ ഐഡിയ. ദേ ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദിസ് അറ്റ് ഓൾ. അവർ കറക്റ്റാണ്. ദേ ആർ ഫോക്കസിങ് ഓൺ ഈ
പ്രോജക്റ്റിന് ചില ആസ്പെക്ട്സ് ഉണ്ട്, അത് ഫാഷിസ്റ്റാണ്, അത് ഒത്തോറിറ്റേറിയൻ ആണ്. ബിക്കോസ് വോളണ്ടിയർലി ഞങ്ങൾ ആക്കാൻ പറ്റില്ല. ഞങ്ങളെല്ലാം ഹിന്ദുക്കളായാലും ഞങ്ങൾക്ക് എവിടെയാണ് ഈ ഹിന്ദു സോഷ്യൽ ഓർഡറിൽ ഇടം കെട്ടാൻ പോകുന്നത്? ആസ് ലോവർ ശൂദ്രാസ്. ഞങ്ങൾ ബ്രാഹ്മിനോ ക്ഷത്രിയനോ വൈശ്യനോ ഒന്നും ആക്കാൻ പോകുന്നില്ല. അപ്പോൾ ഫോഴ്സ് ഉപയോഗിക്കാതെ, ഒത്തോറിറ്റേറിയൻ ഫാഷിസ്റ്റ് മെത്തേഡ്സ് ഉപയോഗിക്കാതെ വി കനോട്ട് ബി മെയ്ഡ് ഇൻ ടു വൺ സൊസൈറ്റി. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിൽ ഈ ഫാഷിസത്തിനെതിരെ, ഒത്തോറിറ്റേറിയൻസിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. ഇത് ഡോക്ടർ അംബേദ്കർ മുൻകണ്ടിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് മുൻകണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കി ആയിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. മോണാർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം. ഓളിഗോസ് എന്ന് വെച്ചാൽ ചുരുക്കം ആൾക്കാർ. ഓളിഗോ സാക്കറൈഡ് എന്ന് വെച്ചാൽ ഫ്യൂ സാക്കറൈഡ്സ്. പോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ മെനി സാക്കറൈഡ്. മോണോസാക്കറൈഡ് എന്ന് വെച്ചാൽ ഒരു സാക്കറൈഡ്, ഒരു ഷുഗർ. ഓളിഗോ ആർക്കി എന്ന് വെച്ചാൽ, ഓളിഗാർക്കി എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുടെ ഭരണം. അതാണ് ഇപ്പോൾ നടക്കുന്നത്. 4 കമ്മ്യൂണിറ്റീസാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. 3 കമ്മ്യൂണിറ്റീസിൻ്റെ കയ്യിലാണ് ഇവിടെ ബഹുഭൂരിപക്ഷം സ്വത്തും അധികാരവും എല്ലാം ഇരിക്കുന്നത്. പഴയ ജന്മിമാരായ 3 കമ്മ്യൂണിറ്റീസിൻ്റെ കയ്യിലാണ്. അപ്പം അദ്ദേഹം മുൻകണ്ടു. അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്താണ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ് 2 കാര്യങ്ങളാണ്. ഒന്ന്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണം. ഇദ്ദേഹം ഇത് 1930 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പറഞ്ഞു. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണം. അത് ക്ലാസസ് എന്നല്ല, ആ പേപ്പറിൽ അദ്ദേഹം പറഞ്ഞത് ഓൾ കമ്മ്യൂണിറ്റീസ് ഷുഡ് ഹാവ് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്. ഇതാണ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. ഇലക്ട്രൽ ഡെമോക്രസിയും വേണം, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയും വേണം. ആ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വന്നാൽ ഓളിഗാർക്കി തകരും. ഓളിഗാർക്കി മീൻസ് ഈ 3 branches of state has to be controlled by few people. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഓളിഗാർക്കി തകരും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്പർ 2 ഫൗണ്ടേഷൻ പില്ലേഴ്സ് ഓഫ് ഗവൺമെൻറ്. അതായിരുന്നു. രണ്ടാമത്തെ ഫൗണ്ടേഷൻ പില്ലർ ഓഫ് അംബേദ്കർ വാസ് ഫോം ഓഫ് ഗവൺമെൻറ്, ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. ആ കോണ്ടെക്സ്റ്റിലാണ് നവംബർ 1948 ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിറ്റിസിസം എന്തൊക്കെയാണ് എഗൻസ്റ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നുള്ള ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഒരു ക്രിറ്റിസിസം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ എതിരെ വന്നിരിക്കുന്നത് ഇതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പകർത്തി വെച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അതിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ഡിബേറ്റിൽ ഈ ഫോം ഓഫ് ഗവൺമെൻറ് ഡെമോക്രാറ്റിക് ആയിരിക്കണം അൺഡൗട്ടഡ്ലി, പക്ഷേ അത് സക്സീഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം എന്നുള്ളൊരു പോയിൻ്റാണ് അദ്ദേഹം പറയുന്നത്. ഐ അഗ്രി, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് ഷുഡ് ഹാവ് നോ പ്ലേസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരുപാട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് ഉണ്ട്. ഫോം ഓഫ് ഗവൺമെൻറ്, ഹൗ ടു റൺ ഗവൺമെൻറ്, അതവിടെ പാടില്ല. പക്ഷേ അതിനെ അവോയ്ഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ഇതിൻ്റെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടാകേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നു, ഗ്രോട്ടെ, ദി ഹിസ്റ്റോറിയൻ ഓഫ് ഗ്രീസ്, അധ്യക്ഷൻ ഗ്രീക്ക് ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞു അംബേദ്കറിനെ പോലെ. ഗ്രോട്ടെ പറഞ്ഞു, ദ ഡിഫ്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി not merely amongst the majority of any community but throughout the whole community is the indispensable condition of government which is at once free and peaceable, since even any powerful and obstinate minority, that the oligarchy, idil Grote uses the word oligarchy, may render the working of a free institution impracticable without being strong enough to conquer ascendancy for themselves. അദ്ദേഹം പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ജനങ്ങളുടെ ഇടയിൽ ശക്തമായി സ്പ്രെഡ് ചെയ്യണം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ് എന്ന് ഗ്രോട്ടെ എന്ന് പറഞ്ഞ ഈ ഗ്രീക്ക് ഹിസ്റ്ററി 1880 പബ്ലിഷ് ചെയ്തൊരു ബുക്കുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ അവർ പറയുന്നത് ഈ പീപ്പിൾ മസ്റ്റ് റെസ്പെക്റ്റ്, ഇതൊരു സട്ടിൽ പോയിൻ്റാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്, എ ഫോം ഓഫ് ഗവൺമെൻറ്. നമ്മളെപ്പോഴും നമുക്ക് ജനാധിപത്യം വേണം, ഡെമോക്രസി വേണം. അതൊരു
ഐഡിയോളജി ഓഫ് ഗവൺമെൻറ് ആണ്, ഒരു പ്രിൻസിപ്പിളാണ്. ക്രാറ്റോസ് എന്ന് വെച്ചാൽ പവർ, ഡീമോസ് എന്ന് വെച്ചാൽ സാധാരണക്കാർ. ഡെമോക്രസി മീൻസ് പവർ, ക്രാറ്റോസ് മസ്റ്റ് ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡീമോസ്, കോമൺ പീപ്പിൾ. അതൊരു പ്രിൻസിപ്പിളാണ്. പക്ഷെ അത് എങ്ങനെ പ്രായോഗികമാക്കും എന്ന് വെച്ചാൽ ഒരു ഫോം ഓഫ് ഗവൺമെൻറ് വേണം. ആ ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു അടിത്തറ, ലോ മസ്റ്റ് ബി മെയ്ഡ് ഇൻ എ ഡെമോക്രാറ്റിക് മാനർ. അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വളരെ ഫെമിലിയർ ആണ്. നിങ്ങളുടെ എല്ലാം ഡെമോക്രാറ്റിക് അപ്രോച്ച് ആണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് അപ്രോച്ച്, ഫോം ഓഫ് ഡിസിഷൻ മേക്കിംഗ്, പിന്നെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, ഓണർ ചെയ്യണം. ഈ ഡെമോക്രാറ്റിക് ഫോമിനെ അട്ടിമറിക്കാൻ പാടില്ല. അപ്പോൾ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻക്ലൂഡ്സ് റൂൾ ഓഫ് ലോ, മെത്തേഡ് ഓഫ് മേക്കിംഗ് ലോ, ഒബീഡിയൻസ് ടു ലോ. ഈ അപ്രോച്ച് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ദ ഫോം ഓഫ് ഗവൺമെൻറ് ഈസ് നെസസറി ഫോർ ഡെമോക്രസി ടു സർവൈവ്. നമ്മുടെ ആളുകളുടെ ഇടയിൽ മിസ്റ്റർ കബീർ പറഞ്ഞതുപോലെ ഈ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു ദൃഢ ആഗ്രഹം, സമത്വം വേണം, സാഹോദര്യം വേണം, സ്വാഭിമാനം വേണം എന്നുള്ളത് മനുഷ്യ സഹജമാണ്. പക്ഷെ അത് പ്രായോഗികമാക്കണമെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ഫോം ഓഫ് ഗവൺമെൻറ് വിൽ ഹെൽപ്പ് അസ് ടു ഡു ദാറ്റ് എന്നുള്ളതാണ്. ആ ഫോം ഓഫ് ഗവൺമെൻറ് ഇല്ലാതെ ആ ഫോം ഓഫ് ഗവൺമെൻറ് മസ്റ്റ് റെസ്പെക്റ്റ് ഇക്വാളിറ്റി, മസ്റ്റ് റെസ്പെക്റ്റ് liberty, must respect individual dignity. എന്നാലേ ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യുള്ളൂ. അപ്പം ഈ ഫോം ഓഫ് ഗവൺമെൻറ് എന്താണെന്ന് നമ്മൾ വാസ്തവത്തിൽ ഇത്രയും 75 വർഷമായിട്ടും ജനങ്ങളുടെ ഇടയിലോ കുട്ടികളുടെ ഇടയിലോ നമ്മൾ പ്രചരിപ്പിച്ചിട്ടില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്? ജുഡീഷ്യറി. അപ്പോൾ ജുഡീഷ്യറിയിലേക്ക് വന്നാൽ, ജുഡീഷ്യറി എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ജുഡീഷ്യറി? ഹൗ ആർ ജുഡീഷ്യൽ ഡിസിഷൻസ് ടു ബി മെയ്ഡ്? ഞാൻ 5 വർഷം ഈ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ ഡയറക്ടറായിരുന്നു. അവിടെ ജഡ്ജസിനിടയിൽ ഇതുവരെ ലോ സ്കൂളിലോ, ഞാൻ അതിന് മുമ്പ് നാഷണൽ ലോ സ്കൂളിൻ്റെ വൈസ് ചാൻസലറായിരുന്നു, ലോ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല, ജുഡീഷ്യൽ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നില്ല. സിമ്പിൾ തിങ്സ് ലൈക്ക് വാട്ട് ഈസ് ലോജിക്, വാട്ട് ഈസ് റാഷണാലിറ്റി, ഹൗ ഡു യു മേക്ക് ജഡ്ജ്മെൻറ്റ്സ്, ഹൗ ഡു യു റീച്ച് എ ജഡ്ജ്മെൻറ്റ്. ഇതൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. ഫോം ഓഫ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ റാഷണാലിറ്റി, ഓൺ ലോജിക്, evidence-based decisions, centrality to questioning authority, a form of government that allows authority to be questioned, dissent to be expressed. ഇതൊക്കെയാണ് ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫ്രെയിംവർക്ക്. ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്, അംബേദ്കർ പറയുന്നത്. ബിക്കോസ് അംബേദ്കർ റിപ്ലൈ ചെയ്യണം എന്തുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ, എങ്ങനെയാണ്. ഞാൻ ഇന്നലെ ഹിന്ദുവിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ഒരു ജഡ്ജ് റിസൈൻ ചെയ്യുന്നു, ആ റെസിഗ്നേഷനെ പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. 15 ഒഫീഷ്യൽസിൻ്റെ ലിസ്റ്റുണ്ട്, അതിൽ 13 പേര് റിസൈൻ ചെയ്യുമ്പോൾ they need not be accepted by anybody. റെസിഗ്നേഷനോട് അവർ they leave office. They have the right, the power to resign at will, at their own choice. പക്ഷേ MLAs and MPs ആണെങ്കിൽ it has to be accepted by the speaker or the chairman of the house. ഈ ഡീറ്റെയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴാണ് അംബേദ്കർ പറയുന്നത്, ഫോം ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞില്ലെങ്കിൽ ഈ ഓളിഗാർക്ക് ഇതിനെ അട്ടിമറിക്കും. പക്ഷെ ഇന്ന് പോലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയോ ആൾക്കാർ പറയും, 100 കൂടുതൽ അമെൻമെൻറ്റ്സ് ആയി, എന്തിനാണ് ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ? ഇതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആളുകളോട്. ആ ഫോം ഓഫ് ഗവൺമെൻറ്, അപ്പോൾ ഡെമോക്രസി, ഏത് ഫോം ഓഫ് ഗവൺമെൻറ് ആയാലും നമ്മൾ ഡെമോക്രസി അല്ല. ഈ ലോകത്തുള്ള ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അഗ്രി ചെയ്ത് കഴിഞ്ഞു, ഒരു കൺസെൻസസ് ഉണ്ടെങ്കിൽ ഇന്ത്യ ഇസ് നോ ലോnger എ ഇലക്ട്രൽ ഡെമോക്രസി. We have lost that system. But നമ്മൾ മനസ്സിലാക്കുന്നില്ല. Why? Because നമ്മുടെ forms of government are not functioning. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആൻഡ് മെയിൻ പോയിന്റ് ഐ വാണ്ട് ടു മേക്ക് ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി is about form of government. What is the morality to be observed by political leaders, government officials, political parties? അതിൻ്റെ മൊറാലിറ്റിയാണ്, അല്ലാതെ റിലീജിയസ് മൊറാലിറ്റി അല്ല, സോഷ്യൽ മൊറാലിറ്റി അല്ല.
കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. പക്ഷേ ഇത് ജഡ്ജസ് പോലും മനസ്സിലാക്കുന്നില്ല. അവർ ജഡ്ജ്മെൻറ്റ്സിൽ എഴുതുന്നു. ഇപ്പോൾ ഈ ശബരിമല കേസിൽ യൂണിയൻ ആർഗ്യൂ ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ മുകളിലാണ് റിലീജിയസ് ട്രഡീഷൻ. പക്ഷേ ഈ റിലീജിയസ് ട്രഡീഷനും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല ആക്ച്വലി. പക്ഷേ ഇവർ പറയുന്നത് മൊറാലിറ്റിയെ ഒരു വെറും റിലീജിയസ് മൊറാലിറ്റി സോഷ്യൽ മൊറാലിറ്റി ആയിട്ട് മനസ്സിലാക്കി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. അതിൻ്റെ ബേസിസിൽ അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ രണ്ടാം തരത്തിലേക്ക് ലോവർ ചെയ്യാണ്. സുപ്രീം അതോറിറ്റീസ് ഓഫ് വേദ, പിന്നെയാണ് ബാക്കിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച്. അപ്പോൾ വേദ ആണെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? വേദം റിട്ടൺ ഫോമിലില്ല, അത് ശ്രുതിയാണ്, അത് കേൾക്കുന്നത് ബ്രാഹ്മിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രാഹ്മിൻ പറയുന്നതാണ് വേദം, നമുക്ക് ആർക്കും അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ വേദ സുപ്രീം അതോറിറ്റി മീൻസ് ബ്രാഹ്മിൻ ഇസ് സുപ്രീം അതോറിറ്റി. അതാണ് സുപ്രീം കോടതിയുടെ പൊസിഷൻ വിച്ച് വി ഹാവ് ചാലഞ്ച്ഡ്. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എംഫസൈസ് ചെയ്തിട്ടില്ല. ഇത് സോഷ്യൽ മൊറാലിറ്റി ആൻഡ് റിലീജിയസ് മൊറാലിറ്റി ആയിട്ടൊരു ബന്ധമില്ല. ഇത് ഈ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാകണം. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ്? ഫോം ഓഫ് ഗവൺമെൻറ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവൺമെൻറ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, റൂൾ ഓഫ് ലോ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ഇതൊക്കെ നമ്മൾ കുട്ടികളെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പ്രചരിപ്പിക്കുകയും അതിൽ നിന്നും ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ പോപ്പുലർ റെസിസ്റ്റൻസ് ഉണ്ടാകണം. അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. ഈ റൂൾ ഓഫ് ലോ ഇല്ലാതെ, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോംസ് ഓഫ് ഗവൺമെൻറ് ഇല്ലാതെ നമുക്ക് നമ്മുടെ ഡെമോക്രസി സെക്യൂർ ആയിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ രാജ്യത്ത് ഈ ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ തകർത്തിട്ടാണ്. ഈ ഫോം ഓഫ് ഗവൺമെൻറ്റിനെ തകർക്കുകയാണ്, ഫെഡറലിസത്തിനെ തകർക്കുന്നു, ജുഡീഷ്യറിയിൽ എടുക്കുക. അൺറിട്ടൺ കൺവെൻഷൻസ് ഓൺ ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. അൺറിട്ടൺ, ഫോർ എക്സാമ്പിൾ, ഒരു സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി അല്ലെങ്കിൽ കീഴ്ക്കോടതികൾ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളിനെ റിലൈ ചെയ്യണമെങ്കിൽ ആ പ്രിൻസിപ്പിൾ ഹാസ് ടു ബി ഫൗണ്ട് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഇൻ എ സ്റ്റാറ്റ്യൂട്ടറി ലെജിസ്ലേഷൻ ഓർ ഇൻ എ ബൈൻഡിങ് പ്രീസിഡൻറ്റ്. ഇങ്ങനെയാണ് എന്ന് എവിടെ എഴുതി വച്ചിട്ടില്ല. പക്ഷേ ജഡ്ജ് ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്തൊരു റൂളാണ്. പക്ഷേ ഇപ്പം ലംഘിക്കുന്നു. ഇപ്പം ജഡ്ജസ് വേദങ്ങളുടെ വർണ്ണവ്യവസ്ഥയെ പ്രൈസ് ചെയ്യുന്നു, വേദങ്ങളെ കോട്ട് ചെയ്യുന്നു ജഡ്ജ്മെൻറ്റ്സിൽ. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ നിന്നൊരു മൊറാലിറ്റി ലോയിൽ വരണമെങ്കിൽ അത് ആദ്യം ത്രൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അകത്ത് വരണം. And it must be interpreted consistent with other existing forms of the constitution. It cannot, internal civil war cannot happen in the constitution. അപ്പോൾ ഒരു പുതിയ പ്രിൻസിപ്പിൾ വന്നാലും ഈ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഡിഗ്നിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാത്രമേ ഏത് പ്രിൻസിപ്പിളിന് വരാനൊക്കുള്ളൂ. അതിനെ മാത്രമേ ഒരു കോടതി റിലൈ ചെയ്യാനൊക്കുള്ളൂ. ഇത് ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റാണ്. ഇതിനെ ലംഘിക്കുമ്പോഴാണ്, ഇതിനെ ലംഘിച്ച് ഇതിനെ തകർത്തിട്ടാണ് അവർ ഈ ഡിസിഷൻസ് ഉണ്ടാക്കുന്നത്. ഇപ്പം തന്നെ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു, മധ്യപ്രദേശിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ഭോജനശാല. ആ ഭോജനശാല ഒരു മുസ്ലിം ഫെസിലിറ്റി ആയിരുന്നു. ആ ഭോജനശാല മുസ്ലിം ഫെസിലിറ്റി ആയിട്ട് പെടുന്ന ഒരു സ്ഥലമായിരുന്നു. അത് ഒരു പഴയ സരസ്വതിയോ പഴയ ഒരു അമ്പലമാണെന്ന് പറഞ്ഞ് അയോധ്യ ടെമ്പിൾ മോഡലിൽ അതിനെ ഇത് മാറ്റണം, ഒരു ഏൻഷ്യൻ ടെമ്പിളാണെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു. ഒരു വർഷം അത് ആർഗ്യൂ ചെയ്യുന്നു. ആർഗ്യുമെൻ്റ് കൺക്ലൂഡ് ചെയ്തതിൻ്റെ അടുത്ത ദിവസം, ഇതൊരു ലോയറിനെ വിളിച്ച് പറഞ്ഞാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, 250 പേജുള്ള ജഡ്ജ്മെൻറ്റ് വരികയാണ് അക്സെപ്റ്റിംഗ് ദി ആർഗ്യുമെൻറ്റ്. ആൻഡ് അവിടെയുള്ളൊരു മോസ്കിനെ തകർത്ത് ദൂരെ വേറെ ഓൾട്ടർനേറ്റീവ് സ്ഥലം കൊടുക്കുക, അവിടെ നിന്ന് മാറ്റുക, ഇതിനെ വലിയൊരു ടെമ്പിളാക്കി ഡെവലപ്പ് ചെയ്യുക. ഒരു മാസം വാദം കഴിയുന്നു, അടുത്ത ദിവസം 250 പേജ് ജഡ്ജ്മെൻറ്റ് വരികയാണ്. 11th century മുതൽ ഇങ്ങോട്ടുള്ള ഹിസ്റ്ററിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഫോം ഓഫ് ഗവൺമെൻറ് ഇസ് കൊളാപ്സ്ഡ്. ഇങ്ങനെയല്ല ജഡ്ജ്മെൻറ്റ് എഴുതേണ്ടത്, ഇങ്ങനെയല്ല വാദിക്കേണ്ടത്.
അതിനൊക്കെ ചില റൂൾസ് ആൻഡ് കൺവെൻഷൻസ് ഉണ്ട് ഇൻ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. നമ്മൾ പക്ഷേ ഈ ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഡീവിയേഷനെ നമ്മൾ ഒരു അറ്റാക്ക് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ കാണുന്നില്ല. അതാണ് അംബേദ്കർ പറഞ്ഞത്. അതിലാണ് നമ്മൾ ഇനി കുറേ വർക്ക് ചെയ്യേണ്ടത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ നടക്കുന്ന SIR കുറിച്ചും ഞാൻ ഒരു മണിക്കൂർ ഞാൻ പോകുന്നതിൽ ഒരു 1 hour ലോങ് ഇൻ്റർവ്യൂ ദ വയർ എന്ന് പറഞ്ഞ ഡൽഹിയിലുള്ള അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് 1 മണിക്കൂർ വീഡിയോ ഉണ്ട്. ഇറ്റ് ഈസ് എൻ ഓൺസ്ലോട്ട് അഗൈൻസ്റ്റ് എ മുസ്ലിം കമ്മ്യൂണിറ്റി ബേസിക്കലി. പക്ഷേ ഈ മുസ്ലിം എന്നുള്ളൊരു വാക്ക് ആ ജഡ്മെൻറ്റിൽ വരുന്നില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊന്നും റെഫർ ചെയ്യുന്നില്ല. ദിസ് ഇസ് അഗൈൻ എ ഫെയിൽ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ബിക്കോസ് ഈ ജഡ്ജ്മെൻറ്റ് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ ഫാക്ട്സ്, ഹാസ് ടു അഡ്രസ് ഫാക്ട്സ്. ഫാക്ട്സിനെ ഇഗ്നോർ ചെയ്തിട്ട് ചില അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ് മാത്രം ഉപയോഗിച്ച് ഇത് നടത്താനുള്ള അധികാരമുണ്ടോ, ഈ നടത്തുന്ന പ്രോഗ്രാമും റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ചെയ്ത കോൺഫ്ലിക്റ്റ് ഉണ്ടോ, ഇത് മാത്രമാണ് ജഡ്ജ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ പല വിധത്തിലും ഇപ്പം SIRലൂടെയും സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട്, അതിനെക്കുറിച്ച് വേറൊരു ഈ SIR ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് നമ്മൾ സിറ്റിസൺ അല്ല എന്ന് പറയാൻ എങ്ങനെയത് പറയുന്നത്? ഈ പാസ്പോർട്ട് കൊടുക്കുന്നത് ഓൺലി ടു സിറ്റിസൺസ് എന്ന് പാസ്പോർട്ട് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്ന ആൾക്കാർ സിറ്റിസൺസ് അല്ലാത്ത ആണെന്ന് കൺഫേം ചെയ്യാത്ത ആൾക്കാർക്ക് ഗവൺമെൻറ് പാസ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. ഗവൺമെൻറ് ഇസ് കമ്മിറ്റിങ് എൻ ഇല്ലീഗാലിറ്റി. ആൻഡ് ആരാണ് സിറ്റിസൺ എന്നുള്ളതിനെ കുറിച്ച് തന്നെ ഒരു വലിയൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ബിക്കോസ് ഞാൻ പറയുന്ന ആർട്ടിക്കിൾ 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ 2-3 ക്രൈറ്റീരിയൻ ഉണ്ട്. Those who are born in India after 5 years of residence, or those who are born in India whose parents are born in India, ഇവരാണ് according to article at the commencement of the constitution, these are Indian citizens. എൻ്റെ അഭിപ്രായത്തിൽ that is part of the basic structure. ആ ക്രൈറ്റീരിയ cannot be amended. അതിൻ്റെ ബേസിസിലാണ് വി ദ പീപ്പിൾ എന്ന് പറയുന്നത്. അതിനെ ഓൾട്ടർ ചെയ്ത വി ദ പീപ്പിൾ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. ഇപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു രാജ്യം പറയാണ് എൻറ്റയർ സിറ്റിസൺറിയെ അൺസീറ്റ് ചെയ്തിരിക്കുകയാണ്. യു ഓൾ ഹാവ് ടു പ്രൂവ്, ഓൾ സിറ്റിസൺസ് ഹാവ് ടു പ്രൂവ് യു ആർ എ സിറ്റിസൺ. അപ്പോൾ ഹൂ ഇസ് വി ദ പീപ്പിൾ? ആ പ്രൂവ് ചെയ്താൽ ആ പ്രൂഫ് എനി മോമെന്റ് ദേ കൻ റിജക്ട് ആൻഡ് സേ നോ സോറി വി നൗ റിജക്ട് യുവർ പ്രൂഫ്, യു ആർ നോട്ട് പ്രൂവ് അഗൈൻ. അപ്പോൾ ഈ ഫണ്ടമെന്റൽസ് ഓഫ് the democratic form of government is being destroyed. Citizenship, അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ those who have ഒരു വേറൊരു കോണ്ടെക്സ്റ്റിൽ കണ്ടിന്യൂവേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എന്നൊരു വാക്കുകളുണ്ട്. വി ആർ എൻറ്റൈറ്റിൽഡ്. ഈ definition in Article 5 of who is an Indian citizen cannot be changed, altered in substance, only in terms of procedure and form. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ആർക്കും we don't need to prove our citizenship. ആരെങ്കിലും അത് ചാലഞ്ച് ചെയ്യണമെങ്കിൽ അവർ പറയണം വൈ, ഓൺ വാട്ട് ബേസിസ് ദേ ആർ ചാലഞ്ചിങ് മൈ സിറ്റിസൺഷിപ്പ്. എൻ്റെ അമ്മ ഒരു ഡോക്ടറായിരുന്നു, ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ജനിച്ചതാണ്. പക്ഷേ എനിക്കൊരു പ്രൂഫും ഇല്ല. ആരെങ്കിലും ചോദിച്ചാൽ എനിക്കൊരു പ്രൂഫും ഇല്ല. ഡോക്ടർ മുനീറിൻ്റെ അഫിഡവിറ്റ് എടുക്കേണ്ടി വരും. എൻ്റെ അമ്മ ആരായിരുന്നു, അച്ഛൻ ആരായിരുന്നു, അദ്ദേഹത്തിന് അറിയായിരുന്നു. പക്ഷെ അതും അവർ പറയാം വൈ ഷുഡ് ബി അക്സെപ്റ്റ് ദി ഹിയർസേ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് ദ കൺട്രി ഈസ് ബീങ് ഡിസ്ട്രോയിഡ് ത്രൂ ഓൾട്ടറിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ദ ഫോം ഓഫ് ഗവൺമെൻറ്, ദ മെത്തേഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ഗവൺമെൻറ്. അപ്പോൾ ഇതിലൂടെ ഐഡിയ ഓഫ് ഇന്ത്യ ഈസ് ബീങ് ചാലഞ്ച്ഡ്. ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സമയമില്ലാത്തതുകൊണ്ട് 2 ഐഡിയാസ് ഓഫ് ഇന്ത്യയാണ് വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ ഈ വേൾഡ് കപ്പിലുള്ള പോലെ ഫൈനൽസും ഒക്കെ കഴിഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ നെഹ്റു ഗാന്ധിയുടെയൊക്കെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഇറെലവൻ്റ് ആയി. ഈ ഫൈനൽ മാച്ച് അർജൻറ്റീന ആൻഡ് സ്പെയിൻ പോലെ ഈസ് ബിറ്റ്വീൻ ഗോൾവൽക്കേഴ്സ് ഇന്ത്യ ആൻഡ് അംബേദ്കേഴ്സ് ഇന്ത്യ. അവിടെയാണ് ഈ ഫൈനൽ ബാറ്റിൽ, ഹിന്ദു സൊസൈറ്റിയുടെ ഉള്ളിൽ നടക്കുന്ന ബാറ്റിലാണ്. Because it impacts Hindu society. Why? Because Golwalkar's idea of India, Indilan Adhishthidam, unequal citizenship, തുല്യത ഇല്ലാത്ത പൗരത്വം, unequal humanity, തുല്യത ഇല്ലാത്ത മനുഷ്യത്വം. 2 unequal citizenship, തുല്യത ഇല്ലാത്ത പൗരത്വം. 3 unequal share of power or representation, തുല്യതയില്ലാത്ത പ്രാതിനിധ്യം.
ജന്മനാൽ ഹിന്ദുക്കളുടെ ഇടയിൽ തുല്യതയില്ലാത്ത മനുഷ്യത്വം, തുല്യതയില്ലാത്ത പൗരത്വം, തുല്യതയില്ലാത്ത അധികാരം. ഇതാണ് ഗോൾവാൾക്കറിൻ്റെ ഇന്ത്യ. ഇതിനെ തകർക്കുകയാണ് അംബേദ്കർ ഈ റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡിയ ഓഫ് ഇന്ത്യ എന്താണ്? ഈക്വൽ ഹ്യൂമാനിറ്റി, ഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഈക്വൽ ഷെയർ ഓഫ് പവർ ഫോർ ഓൾ പീപ്പിൾ. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു 16 മെയിൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അതിൽ 11 എണ്ണം ഡസ് നോട്ട് അപ്ലൈ ഓൺലി ഫോർ സിറ്റിസൺസ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ഓൾ ഹ്യൂമൻ ബീങ്സ്. 16 5 റൈറ്റ്സ് മാത്രമേ പ്രൊട്ടക്ട്സ് സിറ്റിസൺസ്. 11 റൈറ്റ്സ് ആർ അവൈലബിൾ ടു എവ്രി വൺ. അപ്പോൾ സിറ്റിസൺ ആണെങ്കിലും അല്ലെങ്കിലും ദ ജുഡീഷ്യറി ഈസ് ഒബ്ലൈജ്ഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ഓൾ ദീസ് പീപ്പിൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് starting from right to life and liberty and Article 21 അല്ലേ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഈക്വൽ ഹ്യൂമാനിറ്റി, ഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഈക്വൽ ഷെയർ ഓഫ് പവർ, ഇത് വന്നാൽ ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ സങ്കല്പം തകർന്നു വീഴും. അത് തകർക്കണമെങ്കിൽ ഈ ഫോം ഓഫ് ഗവൺമെൻറ്, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറയുന്ന ഫോം ഓഫ് ഗവൺമെൻറ്, ദ മോറൽ വേ ഓഫ് ഗവൺമെൻറ്, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി, ദ റൈറ്റ് വേ ഓഫ് ഗവൺമെൻറ്. അതിനെ തകർക്കാതെ യു കനോട്ട് ബിൽഡ് എ ഹിന്ദു രാഷ്ട്രം. അപ്പം ഈ കോൺഫ്ലിക്റ്റാണ് നടക്കുന്നത്. ഇതിൻ്റെ വിക്ടിംസായ ഇതൊന്നും അധികം മനസ്സിലാക്കാതെ, പക്ഷേ വെരി നാച്ചുറലി ക്വൈറ്റ് സംതിങ് വി ഷുഡ് എക്സ്പെക്ട്, നമ്മൾ ഒരു എന്താണ് പ്രെഡിക്റ്റബിൾ ആയി ഇതിൻ്റെ എതിരെ റിയാക്ട് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നത് ആരാണ്? ഒരു അംബേദ്കറിൻ്റെ ഫോളോവറായ ഒരു ദളിത് യൂത്താണ്. ബിക്കോസ് ഹീ അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഇസ് ഗോയിങ് ഓൺ. ഒരു ചീഫ് ജസ്റ്റിസ് ഇരുന്ന് എല്ലാവരും കോക്രോച്ചസ് ആണെന്ന് പറയുന്നു യൂത്തിന്. അതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ട് ഒരു മീം ഉണ്ടാക്കി, വി ആർ കോക്രോച്ചസ്, വി ആർ ഓൾ കോക്രോച്ചസ്. ഇൻ ഗോൾവർക്കേഴ്സ് ഇന്ത്യ വി ആർ ഓൾ കോക്രോച്ചസ്. ഈ 4 ഇനങ്ങളിൽ ജനിക്കാത്ത ഒരു മനുഷ്യരല്ല. നിങ്ങൾ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എന്താ പറയനായാലും പുലയനായാലും യു ആർ ഓൾ ദ സെയിം. യു ആർ കോക്രോച്ചസ്. കോക്രോച്ച് പോലും അല്ല, കോക്രോച്ചിന് ജീവനുണ്ടല്ലോ, മൃതവസ്തുക്കളാണ്. മനുഷ്യനൊരു കോൺസെപ്റ്റ് ഇല്ല ഋഗ്വേദത്തിൻ്റെ പുരുഷ സൂക്തത്തിൽ. പക്ഷെ ഇത് മനസ്സിലാക്കി ഐ എം എ കോക്രോച്ച് ഇൻ യുവർ ഐസ്, ബിക്കോസ് അംബേദ്കർ പറഞ്ഞു 1 person 1 value ഫോർ ഓൾ ഹ്യൂമൻ ബീങ്സ്. അല്ലേ? എന്തൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റാണ്. അതാണ് ഹിസ് ഐഡിയ ഓഫ് ഇന്ത്യ. അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദളിത് യുവാവ് ഹാസ് അൺലീഷ്ഡ് ദ ഫ്രസ്ട്രേഷൻ ഓഫ് യൂത്ത് അക്രോസ് ദ കൺട്രി. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ലാസ്റ്റ് ചെയ്യുമോ, ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാകുമോ, അതോ ആരബ് സ്പ്രിംഗ് പോലെ ഇതിനെ തകർത്ത് തരിപ്പണമാക്കുമോ? ഇതൊക്കെ നമുക്ക് ഇനി കണ്ടറിയാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇവരെ വളരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് ഈ മൂവ്മെൻറ്റ്, ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഡിസ്റ്റർബ് ബിക്കോസ് ഇവർ ജാതി മത ഭേദമില്ലാതെ യൂത്ത് ഒന്നിച്ച് വരികയാണ്. ഒരു ചെറിയ ക്ലിപ്പ് കണ്ടാണ്. ഒരു കാവി വസ്ത്രമിട്ടിരുന്ന ഒരാൾ, ഒരു മുസ്ലിം അപ്പിയറൻസ് ഉള്ള ഒരാൾ നടന്നു പോകുന്നു. അദ്ദേഹത്തിന് പോയി ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് എംബ്രേസ് ചെയ്യുന്നു രണ്ടുപേരും ഈ ജന്തർ മന്തർ സൈറ്റിൽ. അപ്പോൾ ഇങ്ങനെ കോൺഷ്യസ്ലി ഈ ഐഡിയ ഓഫ് ഇന്ത്യ, ഓഫ് ഈക്വൽ ഹ്യൂമാനിറ്റി, ഈക്വൽ സിറ്റിസൺഷിപ്പ്, ഓഫ് ഇക്വാളിറ്റി, അത് നാച്ചുറലി അതിൻ്റെ ഒരു വളരെ ആ ഡെമോൺസ്ട്രേഷനെ ആനിമേറ്റ് ചെയ്യുന്നത് അംബേദ്കർ ഐഡിയ ആണ്. വൈ? ബിക്കോസ് അംബേദ്കർ ആയിട്ടാണ് ഇതിനെ തുടങ്ങിയത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും വളരെ വളരെ വലിയ തോതിൽ അംബേദ്കറിനെ മനസ്സിലാക്കണം. അംബേദ്കറിൻ്റെ ഒരു അപ്രോച്ചോടുകൂടി മാത്രമേ നമുക്കിതിനെ നേരിടാൻ ഒക്കുള്ളൂ. അദ്ദേഹം ഇത് മുൻകണ്ടു.
പക്ഷെ അതിന് നമ്മൾ മാർജിനലൈസ് ചെയ്തിരിക്കണം. അംബേദ്കർ ഒരു ദളിതാണെന്ന്. പക്ഷെ അംബേദ്കർ ആരാണ്? വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ്റലക്ച്വൽസ് ഇൻ ദ വേൾഡ്. അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ 22 വയസ്സുള്ളപ്പോൾ പോയി. ഞാൻ US പഠിപ്പിച്ചിട്ടുണ്ട് 9 വർഷം പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ 9 വർഷം എടുത്തില്ല, പക്ഷെ പഠിപ്പിച്ചു 9 വർഷം. സാധാരണ അവിടെ ഒരു വർഷം ഒരു മാക്സിമം ഒരു 6 to 8 കോഴ്സസ് എടുക്കാനൊക്കെ ഉള്ളൂ, മേജർ കോഴ്സസ്. 3 വർഷത്തിൽ ഒരു 20-24 കോഴ്സ് എടുക്കാനൊക്കും. അംബേദ്കർ 3 വർഷത്തിൽ 71 കോഴ്സാണ് എടുത്തത്. ഇൻ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി, സോഷ്യോളജി, ലോ, ജർമ്മൻ, ഇറ്റാലിയൻ, ഇത്രയും. എന്നിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച കുറച്ച് സ്റ്റുഡൻസുമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ആ സ്റ്റുഡൻസ് പറഞ്ഞു, ഈ ജോൺ ഡ്യൂയി എന്ന് പറഞ്ഞ വൺ ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഈ സ്റ്റുഡൻസ് അംബേദ്കറിൻ്റെ അടുത്ത് പോകുമായിരുന്നു. 22-23 വയസ്സുള്ള അംബേദ്കറിൻ്റെ അടുത്ത് പോകുമായിരുന്നു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരൂ ഇതെന്താണ് ജോൺ ഡ്യൂയി പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അംബേദ്കർ പറയുമ്പോൾ ജോൺ ഡ്യൂയി പറയുന്നതിനേക്കാളും ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നു ജോൺ ഡ്യൂയി എന്താണ് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ ഒരു കോളേജിൽ പോയപ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്ക് ChatGPT നോക്കി പഠിക്കുന്നു. അപ്പം ഞാൻ അവരോട് ഇത് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അംബേദ്കർ ഉള്ള സമയത്ത് ChatGPT ഇല്ലല്ലോ, അപ്പോൾ കുട്ടികൾക്ക് ChatGPT നോക്കാൻ നോക്കില്ല. പക്ഷേ അംബേദ്കർ എന്തായിരുന്നു? അംബേദ്കർ ബാക്കി കുട്ടികളുടെ ChatGPT ആയിരുന്നു. നമ്മൾ ChatGPT ചോദിക്കുന്ന പോലെ അംബേദ്കറിൻ്റെ അടുത്ത് ചോദിക്കും, എന്താണിത്? അംബേദ്കർ പറഞ്ഞു തരും. നിങ്ങളുടെ എയിം ChatGPT ഉപയോഗിക്കാൻ ആയിരിക്കരുത്, അംബേദ്കറിനെ പോലെ ChatGPT ആകണം. യു ഷുഡ് ബി ദ ChatGPT. അപ്പം അങ്ങനത്തെ ഒരു വളരെ വളരെ ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഈ സ്കോട്ട് സ്ട്രൗഡ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ പ്രൊഫസറുണ്ട് ഓഫ് ഫിലോസഫി. അദ്ദേഹം അമേരിക്കയുടെ ഉള്ളിൽ ഒരു സെമിനാർ നടത്തി ഓൺ ജോൺ ഡ്യൂയി. അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു. എല്ലാ അമേരിക്കൻസാണ്. ഒരു ഫിലോസഫി ലെക്ചറായിരുന്നു. ആ ലെക്ചറിൽ അദ്ദേഹം പറഞ്ഞു, അത് വീഡിയോയിലുണ്ട്, സ്കോട്ട് സ്ട്രൗഡ് ഓൺ ജോൺ ഡ്യൂയി അംബേദ്കർ നോക്കിയാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. അദ്ദേഹം അംബേദ്കറിനെ ഒരു അമേരിക്കൻ ഓഡിയൻസിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആരാണ് അംബേദ്കർ? അപ്പം അദ്ദേഹം പറയുന്നു, യു ടേക്ക് മോസസ്, ടേക്ക് ജീസസ് ക്രൈസ്റ്റ്, ടേക്ക് എബ്രഹാം ലിങ്കൺ, ടേക്ക് മാർട്ടിൻ ലൂത്തർ കിങ്. മോസസ്, ജീസസ്, ലിങ്കൺ ആൻഡ് മാർട്ടിൻ ലൂത്തർ കിങ്, ഇവരെ 4 പേരെയും കമ്പൈൻ ചെയ്ത് ഒരു മനുഷ്യനിൽ വെച്ചാൽ ദാറ്റ് ഇസ് അംബേദ്കർ എന്ന് പറഞ്ഞു. ഇപ്പം ഈ ഒരു സമയത്ത് ബാക്കി പ്രതിസന്ധികൾ പലതും ഉണ്ട്. വഖഫ് ബോർഡിനെ കുറിച്ച് ഞാൻ അതിൽ അപ്പിയർ ഈ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പർട്ടിക്കുലർലി ഈ ഹിന്ദു അവർണ കമ്മ്യൂണിറ്റീസിനിടയിൽ ഗുരു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, എന്തായിരുന്നു ഗുരുവിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞ് അവരോട് ഈ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കുറിച്ച് അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ബോധവൽക്കരണത്തോടുകൂടി അപ്രോച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വർക്ക് ചെയ്യാണ്. അതിൻ്റെ കുറച്ച് ഇഫക്റ്റ് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഞങ്ങൾ ആ വഖഫ് ബോർഡ് കേസിൽ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു. അവിടെ ഡൽഹി ന്യൂസ് പേപ്പറിൽ വലിയ വാർത്തയായി. എന്തിനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ളൊരു ഓർഗനൈസേഷൻ വഖഫ് അമെൻമെൻറ്റ് ആക്ടിനെ ചാലഞ്ച് ചെയ്യുന്നത്? അത് വലിയൊരു അപകടമാണ് ഈ വഖഫ് അമെൻമെൻറ്റ് ആക്ട്. അതിനെക്കുറിച്ച് ഈ CH ഞാൻ സംസാരിച്ചു, ഒരു സെഷൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് വേറൊരു ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത്, ഈ ഇങ്ങനത്തെ കേസുകളിൽ ശരിയായിട്ട് നമ്മുടെ ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ലോയേഴ്സും എല്ലാ ലോയേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫെലോഷിപ്പ് ഉണ്ട്, ഒരു ഫ്രെറ്റേണിറ്റി ഉണ്ട്. അവരതിനെ ലംഘിക്കുന്നില്ല. അതിൻ്റെ എന്ന് വെച്ചാൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യണം. അപ്പം നമ്മുടെ ശരിക്കുള്ള ആർഗ്യുമെൻറ്റ്സ് ഒന്നും മുന്നോട്ട് വെക്കുന്നില്ല കോടതിയുടെ മുമ്പിൽ. അത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നമുക്ക് കോടതിയിൽ ഒരു വളരെ മിടുക്കന്മാരായിട്ടുള്ള യങ് ലോയേഴ്സ് ഉണ്ട്, എല്ലാം അറിയാവുന്ന ലോയേഴ്സ്, അവർക്കും ഇതൊന്നും ചാലഞ്ച് ചെയ്യാൻ ഒക്കുന്നില്ല. അതും ഒരു ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ്. ദ ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറാണ്. ഇപ്പോൾ പല വിധത്തിലും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഈസ് ബീങ് ഡിസ്ട്രോയിഡ് ഇൻ ഓർഡർ ടു ഡിഫീറ്റ് ദി ഐഡിയ ഓഫ് ഇന്ത്യ ആൻഡ് പ്രൊമോട്ട്
ഗോൾവൽക്കേഴ്സ് ഐഡിയ ഓഫ് ഇന്ത്യ